ഇന്നത്തെ നമ്മുടെ റെസിപ്പി രാവിലെ പുട്ടൊക്കെ ഉണ്ടാക്കിയിട്ട് ഒരു കഷ്ണമൊക്കെ ബാക്കിയുണ്ട് എന്നൊക്കെ ഉണ്ടെങ്കിൽ 4 മണി സമയത്ത് കുട്ടികൾക്ക് വേണ്ടിയിട്ട് എളുപ്പത്തിൽ തട്ടിക്കൂട്ടാൻ പറ്റുന്ന ഒരു ഈസി സ്നാക്കാണ്. വളരെ സിമ്പിളായിട്ടുള്ളൊരു ഐറ്റമാണ്. ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ആ ഒരു ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യേണ്ട കാര്യം മറക്കരുതേ. അപ്പോൾ ഇതൊന്ന് കണ്ടു നോക്കിയാലോ. അപ്പോൾ ആദ്യം ഇതിലേക്കായിട്ട് കുറച്ച് നല്ല പഴുത്ത ചെറുപഴമാണ് വേണ്ടത്. ഒരു 5 or 6 ഒക്കെ എടുക്കുക. അതായത് പഴത്തിൻ്റെ വലിപ്പം അനുസരിച്ചിട്ട് പിന്നെ നമ്മൾ പുട്ട് എത്രത്തോളം എടുക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതും കൂടെ നോക്കിയിട്ട് മതി. എന്നിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കുക. അത്യാവശ്യം നല്ലോണം തന്നെ ഉടഞ്ഞു വന്നോട്ടെ. ഈ സമയത്ത് ഇതിലേക്കൊരു 4 or 5 ടേബിൾ സ്പൂൺ പഞ്ചസാര കേട്ടോ. പഴത്തിൻ്റെ മധുരം അനുസരിച്ചിട്ട് നമുക്ക് എത്രത്തോളം വേണമെന്ന് നോക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി. അതിൻ്റെ കൂടെ തന്നെ നല്ലൊരു ഫ്ലേവറിന് വേണ്ടി ഒരു 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ ഒരു പഞ്ചസാരയും പഴവും കൂടെ ചേർത്തിട്ട് നല്ലോണം ഒന്നുകൂടെ ഒന്ന് മിക്സ് ആക്കി എടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ആയിക്കോട്ടെ. ഇനിയാണ് നമുക്കിതിലേക്കുള്ള ആ ഒരു മെയിൻ ചേരുവ ചേർക്കാനുള്ളത് കേട്ടോ. അപ്പോൾ ഒരു കഷ്ണം പുട്ട്, അതായത് നമ്മൾ സാധാരണ അരിപ്പൊടി പുട്ടുപൊടി വെച്ചിട്ട് ഉണ്ടാക്കുന്ന ആ ഒരു പുട്ടാണ്. ഞാനിപ്പം ഈ വലുപ്പത്തിലുള്ള ചിരട്ടപ്പുട്ടിൻ്റെ വലുപ്പത്തിലുള്ളൊരു പുട്ടാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മളിപ്പോൾ എത്ര പുട്ട് എടുക്കുകയാണെങ്കിലും അതിനനുസരിച്ച് പഴം കൂടുതൽ എടുക്കേണ്ട കാര്യം മറക്കരുത്. ഇപ്പോൾ അത്യാവശ്യം വലിയൊരു 5 പഴത്തിലേക്കാണെങ്കിൽ ഈ ഒരു പുട്ട് കറക്റ്റ് ആയിരിക്കും. കാരണം ഒരു പഴത്തിൻ്റെ ടേസ്റ്റ് ഒരു ഇത്തിരി മുന്നിട്ട് നിൽക്കണം. ഇനി കുറവാണെങ്കിൽ 1 or 2 പഴം കൂടെ ഉടച്ച് ചേർത്താലും മതിയാകും. ഈ സമയത്ത് ഇതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ഇട്ട് കൊടുക്കുന്നുണ്ട്. 1.5 ടേബിൾ സ്പൂൺ മൈദ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് പറഞ്ഞാൽ നമ്മൾ ഇത് എണ്ണയിലിട്ട് ഫ്രൈ ചെയ്യുന്ന സമയത്ത് ചെറിയൊരു മുറുക്കം കിട്ടണമല്ലോ, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ ഒരു 3-4 ടേബിൾ സ്പൂൺ തേങ്ങ ചിരവിയതോടെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ ടേസ്റ്റ് ഉണ്ടാവും. പുട്ടിൽ ഒത്തിരി തേങ്ങ ഉണ്ടാവും, എന്നാൽ ഇത്തിരിയും കൂടെ ഇട്ടോളൂ. എന്നിട്ട് ഇനി ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കി എടുക്കുകയാണ് വേണ്ടത്. പിന്നെ ഈ സമയത്ത് ഒന്ന് ടേസ്റ്റ് നോക്കുക. മധുരം പോരെങ്കിൽ ഒരു 1 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടെ ഇട്ടിട്ട് വേണേൽ മിക്സ് ചെയ്യാനായിട്ട്. ഈ സമയത്തിന് 1 ടീസ്പൂൺ റവ ഇട്ട് കൊടുക്കുന്നുണ്ട്. ചെറിയ സ്പൂണിലാണ്, കൂടുതലൊന്നും വേണ്ട. ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇതെന്ന് വെച്ചാൽ കൂടുതൽ എണ്ണ കുടിക്കുന്ന പ്രശ്നമൊന്നും ഉണ്ടാവില്ല. അതിന് വേണ്ടിയിട്ട് മാത്രം ഒരു തുള്ളി ഇട്ട് കൊടുത്തിട്ട് അതോടെ ചേർത്തിട്ടാണ് ഒന്ന് മിക്സ് ആക്കി എടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്നങ്ങ് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതായി ഒരു രീതിയിൽ ആക്കിയെടുത്താൽ മതിയാകും. എന്നിട്ട് ഇനി നമ്മൾ കയ്യിലെടുത്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലാക്കി എടുക്കുക. ചെറിയ ബോളാക്കിയിട്ട് ഫ്രൈ ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ ഇതുപോലെ ചെറുതായിട്ടൊന്ന് പരത്തിയെടുക്കാം. അല്ലെങ്കിൽ നമ്മൾ ഉന്നക്കായ്ക്കൊക്കെ ചെയ്യുന്നില്ലേ ആ ഒരു രീതിയിൽ. അപ്പോൾ ഞാനിത് മുഴുവനായിട്ട് ഇപ്പോൾ ചെയ്തെടുത്തിട്ടുണ്ട്. കുറച്ചിങ്ങനെ ചെറുതായിട്ടൊന്ന് പരത്തിയിട്ടും ഒരിത്തിരി ഉന്നക്കായ്ക്കൊക്കെ ചെയ്യുന്ന പോലെ ചെയ്യുമായിരിക്കും കുറച്ചുകൂടി ഈസി കേട്ടോ നമുക്ക് ചെയ്യുന്ന സമയത്ത്. ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മാത്രം മതി. അപ്പോൾ ഒരിത്തിരി ഓയിൽ അത്യാവശ്യം ഒന്ന് ചൂടായി വരുന്ന സമയത്ത് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഒരു 1-2 തവണ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിച്ചും മറിച്ചിടേണ്ടി വരും. അപ്പോൾ അത്യാവശ്യം നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്ന സമയത്ത് എണ്ണയിൽ നിന്ന് എടുക്കുക. ഇതുപോലെ നല്ലൊരു കളറായി വരുന്ന സമയത്ത് ഇപ്പോൾ എണ്ണയിൽ നിന്ന് മാറ്റിയിട്ട് ഒരു സ്ട്രെയിനറിലേക്കായിട്ട് വെക്കാം കേട്ടോ. അപ്പോൾ ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുത്താൽ മതിയാകും. അപ്പോൾ അങ്ങനെ രണ്ടാമത്തെ ബാച്ച് ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്ത് റെഡിയാക്കിയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുകൂടെ എണ്ണയിൽ നിന്ന് മാറ്റിയിട്ട് എടുത്ത് വെക്കാം. അപ്പോൾ ഇത്രയുള്ള പരിപാടി. ഇപ്പോൾ രാവിലെ ഉണ്ടാക്കിയ പുട്ടൊക്കെ ബാക്കിയുണ്ട് ഒരു കഷ്ണം. എന്തെങ്കിലും സ്നാക്സ് ആയിട്ട് കഴിക്കണം എന്നൊക്കെ തോന്നുന്ന സമയത്ത് തീർച്ചയായിട്ടും ചെയ്ത് നോക്കാം. ഒരു ഫ്രൈ ചെയ്ത ഐറ്റമൊക്കെ കഴിക്കാൻ ഇഷ്ടമുള്ളപ്പോൾ ചെയ്ത് വെക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. അപ്പം ഈ ഒരു രീതിയിൽ നിങ്ങൾ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. ഒരു ചെറിയ ചൂടോടുകൂടെ കഴിക്കാൻ കുഴപ്പമില്ലാത്തൊരു ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. ചെയ്ത് നോക്കുന്നുണ്ടെങ്കിൽ ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ ഇനി എന്തായാലും എന്നത്തെയും പോലെ തന്നെ നല്ല റെസിപ്പീസായിട്ട് പുതിയ വീഡിയോയിൽ കാണാം. താങ്ക്